നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു. BRC പരിധിയിൽ വരുന്ന 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾ പങ്കെടുത്തു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 1 പവൻ സ്വർണത്തിന് 200 രൂപ ഇടിഞ്ഞു. ദേശീയപാത പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു. BRC പരിധിയിൽ വരുന്ന 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം RMVHS സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് നമുക്ക് പ്രത്യേകമായി സ്കൂളുകൾ പല സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് മേഖലയിലൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ എടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ സ്കൂളും അതുപോലെ നാട്ടുകാരും PTA-യും ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നന്നായി മുമ്പോട്ട് പോയി. മിക്കവാറും ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാം പൊതു സമൂഹത്തിന്റെ ബാധ്യതയാണ്, കടമയാണ് ഇത്തരം കുട്ടികളെ കൂടി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രദ്ധ കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി വന്നാൽ ആ കുട്ടി ആ വീട്ടുകാരുടെ ഉത്തരവായിരിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അവരാണ് നടത്തേണ്ടതെന്നുള്ള രീതിയിൽ എടുത്തുകൂടാ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഇതിന് അനുകൂലമായി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരിൽ നമുക്ക് സംവരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിമം ഇത്ര ശതമാനം വേണം ഭിന്നശേഷിക്കാരന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഓഫീസുകളിൽ പോയാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. സ്കൂളുകളൊക്കെ പോയാൽ ക്ലറിക്കൽ തസ്തികയിൽ, അധ്യാപക തസ്തികയിൽ ഉൾപ്പെടെയുള്ള മിക്കവാറും സ്ഥലത്തൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പാരാലിമ്പിക്സ് ബാഡ്മിന്റൺ താരം CS ബൈജു മുഖ്യാതിഥിയായി. മതിലകം BRC BPC APCG മോൾ ഗ്രാമപഞ്ചായത്ത് അംഗം സ്നേഹജിത്ത്, PTA പ്രസിഡന്റ് നാസർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഹിമ ബാബു എന്നിവർ സംസാരിച്ചു. മിക്സഡ് സ്റ്റാൻഡിംഗ് ജമ്പ്, റിലേ, മിക്സഡ് സ്റ്റാൻഡിംഗ് ബോൾ ത്രോ, ബാഡ്മിന്റൺ എന്നീ മത്സരങ്ങൾ നടന്നു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും നൽകി അനുമോദിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച വീണ്ടും ഉയർന്ന സ്വർണ്ണവില ബുധനാഴ്ച ഇടിഞ്ഞു. 1 പവൻ സ്വർണത്തിന് 200 രൂപ വീതമാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 46,800 രൂപയായി. സ്വർണം ഗ്രാമിന് 25 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 5,850 രൂപയായി. ദേശീയപാത പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മാള പള്ളിപ്പുറം സ്വദേശി കാഞ്ഞുത്തറ വീട്ടിൽ 30 വയസ്സുള്ള റിജോ ആണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു അപകടം. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം എമ്മാട് UP സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 100ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചെറിയ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. 100 വർഷം ഒരു സ്കൂൾ പിന്നിടുന്നെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകളായിരിക്കും നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് വിദ്യ അഭ്യസിച്ച് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പോയിട്ടുണ്ടാവുക. മിക്കവാറും ഈ പ്രദേശത്തിൻ്റെ അക്ഷരദീപം, സാംസ്കാരികമായ ഉന്നമനം എല്ലാം സ്കൂളിനോട് നാം കടപ്പെട്ടിരിക്കുന്നതെന്ന് സംശയം പറയാൻ കഴിയും. ആൽഫ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ സംഘാടക സമിതി ചെയർമാൻ PM ആൽഫ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ VS രവീന്ദ്രൻ, ജസ്ന ഷമീർ,
പ്രധാനാധ്യാപിക ജ്യോതി, കൺവീനർ ടി.എ. നജീബ്, ട്രഷറർ ടി.എസ്. രാജു, പ്രോഗ്രാം കോർഡിനേറ്റർ കെ.വി. പ്രസാദ്, പി.ടി.എ. പ്രസിഡന്റ് വി.എ. ജാഫർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേക്ക് മേളയും കുട്ടികളുടെ നാടകവും ഗാനമേളയും ഉണ്ടായിരുന്നു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ബെന്നി ബെഹനാൻ എം.പിയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ചന്ദ്രാപിന്നി ചിറക്കൽ ജംഗ്ഷൻ, കണ്ണമ്പുളിപ്പുറം വായനശാല പരിസരം, ചന്ദ്രാപിന്നി 17-ാം കല്ല് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ചിറക്കൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം.പി. സ്വിച്ച് ഓൺ നിർവഹിച്ചു. എല്ലാവർക്കും കൂടി പങ്കെടുക്കേണ്ടതാണ്. അത്തരം ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ വികസന കാര്യങ്ങൾ നടപ്പാക്കൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിന്റെ ഫണ്ട് അനുവദിച്ച് ഞാനാണ്. തുടർന്ന് അങ്ങോട്ട് ഇതിന്റെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് പഞ്ചായത്ത്. എല്ലാവരുടെയും ഒരു സഹകരണം, വികസന രംഗത്ത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ കാരണം. ഇനി 2 പരിപാടികളോടെ ഉണ്ട്. അവിടെയും ആളുകൾ കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് 1-ാം തീയതിയാണ്. എല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ആ പുതിയ വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങളായിരുന്നു. കോവിഡാനന്തര അസുഖങ്ങളും ഒക്കെയായി എല്ലാവരും സംഘർഷത്തിലായിരുന്നു. മാനസികമായ സംഘർഷം, ആരോഗ്യപരമായ പ്രശ്നങ്ങളായി. അതെല്ലാം മാറി കുറച്ചുകൂടി സന്തോഷപ്രദമായ ഒരു വർഷമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലൈറ്റ് ഈ നാടിന് ഒരു വെളിച്ചം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയ വീട്ടിൽ, കെ.എസ്. അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി.എസ്. ജിനേഷ്, എം.കെ. ഫൽഗുണൻ, സജയ് വൈനപ്പള്ളി, ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ ബാധിച്ച് തന്റെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന മാരത്തോൺ ഓട്ടക്കാരനാണ് തൃശൂർ അരിമ്പൂർ സ്വദേശി കണ്ണൻ. ഇദ്ദേഹം ഇപ്പോൾ ഉപജീവനത്തിനായി ഒറ്റക്കാലിൽ തന്റെ ഓട്ടോയുമായി റോഡിലിറങ്ങുകയാണ്. ടൈൽസ് പണിക്കാരനായ കണ്ണൻ എന്ന വിനോദിനാണ് വിധിയുടെ വിളയാട്ടത്തിൽ 7 മാസം മുമ്പ് വലതുകാൽ നഷ്ടപ്പെട്ടത്. പരിമിതികളെ മറികടന്ന് അതിജീവനം തേടുന്ന കണ്ണനെ പിന്തുണയുമായി ഓട്ടോ തൊഴിലാളികളും രംഗത്തെത്തി. അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് കറങ്ങി 20 കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെ എത്തിയിരുന്ന കാലം കണ്ണനുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ 150-ൽ പരം മാരത്തൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ് കണ്ണൻ. ഏതെങ്കിലും കരയ്ക്കണയുമെന്ന പ്രതീക്ഷയോടെയുള്ള കണ്ണന്റെ കുതിപ്പിന് ഊർജം പകർന്നിരുന്നു. കാലുകളൊന്നിൽ 1 വർഷം മുൻപ് ഒരു തടിപ്പ് കണ്ടെത്തി. പരിശോധനയിൽ ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ വലതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി. നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ഓപ്പറേഷനും ഇതുവരെയുള്ള ചിലവുകളും നടന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന അമ്മയെയും ഭാര്യയെയും വിദ്യാർത്ഥികളായ 2 മക്കളെയും പോറ്റണമെങ്കിൽ വീട്ടിലിരുന്നാൽ നടക്കില്ലെന്ന് കണ്ണൻ മനസ്സിലാക്കി. ഭാര്യയ്ക്ക് കുടുംബശ്രീ ക്യാന്റീനിൽ സഹായിയായി ചെറിയൊരു ജോലി ഏർപ്പാടാക്കി. ഇതിനിടെ OVS ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമ കാലും നൽകി. ജീവിതത്തിന്റെ 2-ാം പാതിയിൽ അതിജീവനത്തിനായി ഇന്നലെ മുതൽ കണ്ണൻ രംഗത്തിറങ്ങി. വീട്ടിൽ കിടന്ന ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തട്ടകത്തെ ഭഗവതിയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി. അവിടുന്ന് വണ്ടിയെടുത്ത് തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലൂടെ അരിമ്പൂർ സെന്ററിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക്. ഒരു കാലില്ലാത്ത തന്നെ മറ്റു ഡ്രൈവർമാർ അംഗീകരിക്കുമോ എന്ന് സംശയമായിരുന്നു കണ്ണന്റെ മനസ്സ് നിറയെ. എന്നാൽ കണ്ണന്റെ വരവറിഞ്ഞ മറ്റ് ഓട്ടോ ഡ്രൈവർമാർ സന്തോഷത്തോടെ സ്വീകരിച്ചു, കൂടെ കൂട്ടി. മാരത്തോൺ ഓട്ടം പൂർത്തീകരിച്ച് ഇനി വിജയലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ കണ്ണന് ഈ വിധി വന്നതിൽ ഞങ്ങൾക്ക് അധികം ദുഃഖമുണ്ട്. പിന്നെ ഈ രീതിയിലും മനസ്സിന് ഇപ്പോഴും അദ്ദേഹത്തിന് വിജയലക്ഷ്യങ്ങൾ ആഗ്രഹിച്ച ഇദ്ദേഹം നടക്കണം. പിന്നെ ദുർവിധി കൊണ്ട് അദ്ദേഹത്തിന് ഗതികേട് വന്നു. നമ്മളെല്ലാവരും അതുപോലെ ആ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നു മുതൽ കണ്ണനെ ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. ഈ സുഹൃത്തിനെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഞങ്ങൾ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ പേട്ടയിലേക്ക്, അരിമ്പൂര് പേട്ടയിലേക്ക്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് വരുന്ന കാരണം ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സ്നേഹം, നല്ലൊരു പെരുമാറ്റം കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു ധൈര്യം വന്നു. വണ്ടി എടുക്കാനുള്ളൊരു നല്ലൊരു ഉന്മേഷം കിട്ടി. സ്നേഹത്തോടെ വിവരങ്ങൾ തിരക്കി. എല്ലാത്തിനും പൂർണ്ണ പിന്തുണയും നൽകി. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ വീണുപോയ കണ്ണന് താങ്ങായി ഇനി അരിമ്പൂരിലെ കാക്കിയിട്ട ഓട്ടോ ഡ്രൈവർമാർ കൂടെയുണ്ടാകും. ഗ്രാമവീഥികൾ താണ്ടി നഗരത്തിലും യാത്രക്കാരെയും കൊണ്ട് കണ്ണന്റെ ഓട്ടോ നിർബാധം യാത്ര തുടരും. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ തിരസ്കരിക്കപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് പട്ടിക ജനസമാജം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
സംഘടനയുടെ ജില്ലാ സമ്മേളനം 6, 7, 8 തീയതികളിൽ വലപ്പാട് ചന്തപ്പടിയിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് 6-ന് വൈകിട്ട് 4-ന് ത്രിപ്രയാർ സെന്ററിൽ നിന്നും പ്രകടനം ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. BPJS സംസ്ഥാന പ്രസിഡന്റ് MK അയ്യപ്പൻ, CC മുകുന്ദൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിജ ആഷിഖ് തുടങ്ങിയവർ പങ്കെടുക്കും. ത്രിപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനം വലപ്പാട് ചന്തപ്പടിയിലുള്ള കഴിമ്പ്രം വിജയൻ മെമ്മോറിയൽ ഹാളിൽ സമാപിക്കുകയും അവിടെ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ തൃശൂർ MP ശ്രീ TN പ്രതാപൻ അവരുകളാണ്. സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MK അയ്യപ്പൻ, അതുപോലെ ബഹുമാനപ്പെട്ട നാട്ടിക MLA ശ്രീ CC മുകുന്ദൻ സാറ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, ഷൺമുഖൻ കല്ലായി, സ്വാഗത സംഘം കൺവീനർ TV വിശ്വാമിത്രൻ, ചെയർപേഴ്സൺ രശ്മി സുമേഷ്, ട്രഷറർ KK ശിവരാമൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ബാബു, സംസ്ഥാന സെക്രട്ടറി PK അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് 110 kV സബ്സ്റ്റേഷനിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 4/1/2024 വ്യാഴാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ചേർപ്പ് സബ്സ്റ്റേഷനിൽ നിന്നുള്ള കരിമന്നൂർ, ചേനം, ചേർപ്പ് എന്നീ ഫീഡറുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 5850 രൂപ, പവന് 46,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു. BRC പരിധിയിൽ വരുന്ന 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾ പങ്കെടുത്തു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 1 പവൻ സ്വർണത്തിന് 200 രൂപ ഇടിഞ്ഞു. ദേശീയപാത പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.